അപ്പോൾ നമ്മൾ ലോഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പായടിലെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇനി നേരെ മംഗലാപുരം ബാംഗ്ലൂർ ഹൈവേ ആണ്. നമ്മൾ നേരെ KB ക്രോസ് എന്ന് പറഞ്ഞ സ്ഥലം പോകും. അവിടുന്ന് നാഗമംഗലം വഴി ശ്രീരംഗപട്ടണം, മൈസൂർ, അങ്ങനെ നാട്ടിൽ. കാക്ക ഉറങ്ങിയോ? ആ കേൾക്കണ്ടില്ലേ? നമ്മൾ ബെല്ലൂർ ക്രോസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി കഴിച്ചു, ഒരു ചായ കുടിക്കണം. രാത്രിക്കത്തെ ഭക്ഷണം അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ടും കഴിച്ചു. ഓരോരോ ഇഡ്ഡലി വലിയ ഇഡ്ഡലി കേട്ടോ. നമ്മൾ സാധാരണ ഇവിടുത്തെ മാതിരി ചെറുതല്ല. ഇത് നമ്മൾ ബാക്കിൽ നിർത്തിക്കണം. ഇനി നാഗമംഗലം, അത് കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണം, പിന്നെ മൈസൂർ. അപ്പോൾ നമ്മളെ യാത്ര ശ്രീരംഗപട്ടണം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതാണ്. കുറച്ച് നേരത്തെ നമ്മൾ ഗുണ്ടൽപെട്ടെന്ന് അടിക്കുള്ളൂ. അപ്പോൾ ഗുണ്ടൽപെട്ടൊക്കെ നമ്മൾ എത്തുമ്പോൾ പമ്പ് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഫുള്ളാക്കിയിട്ട് പോകാമെന്ന് കരുതി. ശ്രീരംഗ അമരാവതി ഫ്യൂൾസ്. ഇവിടെ ഒരു 1/2 കിലോമീറ്റർ പോയാൽ ശ്രീരംഗപട്ടണം ടൗണായി. അതിൻ്റെ ബോർഡാണത്, വെൽക്കം ബോർഡാണ്. അതിന് ഡീസൽ അടിച്ചാൽ നമുക്ക് ഫോറസ്റ്റിൽ നേരെ കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് നേരം വിശ്രമിക്കാം. അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. നേരെ ഇപ്പോൾ 11 മണിയായി. 1 മണി 2 മണിൻ്റെ അടുത്താവും. 1 മണി എന്തായാലും കഴിയും, 2 മണിയൊക്കെ ആവും. അപ്പോൾ ഫോറസ്റ്റിക്ക് കയറാനുള്ളൊരു തിരക്കാണ്. ഇതാ 6 മണി കഴിഞ്ഞു, 6:10. അപ്പോൾ അതിൻ്റെ എൻട്രി ഫീസ് 50 കൊടുക്കണം. അതുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തിരക്ക്. മുമ്പൊന്നും അതില്ല. അത് പൈസ ആയിട്ട് വാങ്ങുന്ന സമയത്ത് അങ്ങനെ പൈസ കറക്റ്റ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ സെൻസർ അടിച്ച് കണ്ട് ടോൾ ഗേറ്റ് മാതിരി അല്ലേ, അതുകൊണ്ട് തിരക്ക്. കുറേ വണ്ടിക്കാർ എണീറ്റിട്ടില്ല, ഉറങ്ങന്നെയാണ്. അപ്പോൾ വണ്ടികളാകെ തിരക്കാണ്. അങ്ങോട്ട് എത്തണമെങ്കിലും എന്തായാലും 10 മിനിറ്റ് പോകും. അപ്പോൾ ഒരു ചായ കുടിക്കട്ടെ. നമ്മൾ വണ്ടി നിർത്തിയിട്ട് പുറത്തുനിന്ന് ചായക്കട തുറന്നിട്ടില്ല. അവിടെയൊക്കെ തുറക്കുന്ന സമയം ഇവിടെ പിന്നെ നേരത്തെ തുറക്കും. അപ്പോൾ കാരച്ചായ കുടിച്ച് നമ്മൾ വരിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുറ്റത്ത് വിരിക്കണ കല്ലാണ് ഈ വണ്ടി. അങ്ങനെ ടോള് വിരിക്കണോണ്ടാണ് ഇത്ര ബ്ലോക്ക് വരുന്നത്. മാനുകളെ വിലങ്ങ് ഓടരുത്. ആ ചാട്ടം അങ്ങോട്ട് ചാടും വണ്ടിമ്മക്ക്. അപ്പൊ നമ്മളെ കാര്യം തീരുമാനമാവും. റോഡിന് 2 ഭാഗം ഇങ്ങോട്ട് വെട്ടിത്തെളിച്ചിക്കാണ്ട് കാടും പൊന്തൊക്കെ വെട്ടി ഇങ്ങോട്ട് സൈസാക്കി വെച്ചില്ലേ. ഇറങ്ങാനോ മാനകൾ ഇറങ്ങാനോ ഇറങ്ങാതിരിക്കാനേ. അവിടെ പുല്ലൊന്നും ഇല്ലാതെ വല്ല പുല്ലുള്ളൊക്കെ പോയിക്കോളല്ലോ വേണ്ടിട്ട് കാട്ടൊക്കെ. മാനകൾക്ക് ഏതായാലും തിന്നാന് തരേണ്ട ആവശ്യമില്ല അല്ലേ. വലിയ വലിയ പൊന്തൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ചോണ്ടേ അവർക്ക് നല്ല സുഖമായിട്ട് കാണും. മുതുമലൈ ആക്കാ മസനഗുഡി വഴി ഊട്ടിക്ക് പോയാലോ? നല്ലൊരു വൈബായി കാണും. അപ്പണ് പോവാ, പോയിക്കാണ്ട് വരാം. നമുക്കിങ്ങനെ ലോറി കൊണ്ടാണ് പോവാ. ഇതിലാണ് പോയി തിരിഞ്ഞാൽ മതി. നേരെ മസനഗുഡി നേരെ തിരിയാ.
കോയമ്പത്തൂർ 120. താങ്ക് യു വിസിറ്റ് അഗൈൻ. കാടേ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്തോണ്ടി എന്നാണ് പറയേണ്ടത്. മരം തിലകരല്ല, അത് അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. വണ്ടി അപ്പോൾ നമ്മളെ ആർച്ചോ സാറന്മാർ എന്താ വിശേഷം ചോദിച്ചിട്ടാണ്. ഓൾക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖമാണ് പറഞ്ഞു. ഗൂഡല്ലൂർ ഈ കാടും ചോരും ഇറങ്ങണേക്കാട്ടും മെനക്കെടാണ് ഈ ഗൂഡല്ലൂർ കൂടെ പോകാൻ. രണ്ട് സൈഡ് പാർക്കിങ്, അടുത്ത കുറെ ഡിവൈഡർ, റോഡോ അതിലേറെ അവിടെ ഇവിടെയൊക്കെ കുറെ കട്ട പതിച്ചുകൾ. അത്ര തന്നെ ആകെ മെച്ചപ്പെട്ടത് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് കുറച്ചൊരു സൗകര്യം. ഈ ഭാഗത്തേക്ക് വർക്ക്ഷോപ്പേനോ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഏരിയയും കൂടി അങ്ങോട്ട് ബസ് സ്റ്റാൻഡിൽ ആക്കി. വർക്ക്ഷോപ്പിന് താഴെ കണ്ടത്തേക്ക് മാറ്റി വന്നു. അതിൻ്റെ ബാക്കിൽ എന്താണ് റോഡിൻ്റെ ഒക്കെ ഒരവസ്ഥ. കുഴിയൊക്കെ കുറേ കോൺക്രീറ്റ് ഇട്ട് അടച്ചിക്കണം. മക്കളെ അവിടെ നിൽക്കി നോക്കി തിരി. നാടുകാണി ചോര ഇറങ്ങി തുടങ്ങിയപ്പോ തന്നെ കോടയാണല്ലോ. എണ്ണുണ്ടോ? ആ കോയി കണ്ണാണുണ്ട് നിങ്ങൾക്ക്? കാണുന്നില്ല. കൊണ്ടും മുഴുവൊന്നും കാണൂല, അത് എത്തുമ്പോഴേ കാണുള്ളൂ. വണ്ടികളൊക്കെ തൊട്ടടുത്തെത്തുമ്പോഴേ കാണാം. ചായ എടുക്കാൻ സൈഡാക്കാം. ഇവിടുന്ന് കഴിഞ്ഞ പിന്നെ താഴെ എത്താം. ഓ ടിപ്പറർ ഇങ്ങനെ പാഞ്ഞിട്ട് അങ്ങനെ വന്നു. വളരെ ഏരിയ നാളെ എത്തിയാക്കാം. വെൽക്കം ടു കേരള. കേരളത്തിലേക്ക് സ്വാഗതം.
ഇനി കുറച്ച് സമാധാനപൂർണ്ണമായിട്ട് ഇങ്ങനെ പോവാം. സ്പോഞ്ചും കൊണ്ടാണ് അപ്പോൾ കാറ്റ് കൊണ്ടുപോകണവരെ കൊണ്ടുപോകും. അല്ല നമ്മൾ ഔഷധക്കുളി ഒന്ന് വിളിക്കണ്ട, കുളിക്കും വേണ്ട, പല്ലും തേക്കണ്ട, അങ്ങനെ പോയാൽ മതി. കുളി നിർത്തിയോ? അവിടെ നമ്മൾ ഔഷധക്കുളി വണ്ടി ഉണ്ടല്ലോ, വെള്ളത്തിന്റെ ചോട്ടൊന്ന് ഇരുന്നിട്ട് പോരണോ? വെള്ളത്തിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങിയല്ലേ? ലോഡ് ഇറക്കിയിട്ട് കുളിക്കല്ലേ ഇനി? മറ്റേ പായൊക്കെ മടക്കിച്ച് ഇന്ന് കുളിച്ചാൽ നാളെ വരെ ഇരിക്കാനുള്ളൊരു സമയം ഉണ്ടെങ്കിൽ തിരക്കടില്ല. ഒന്ന് ഉച്ചയാകുമ്പോൾ ഇതിന് പായൊക്കെ കഴിച്ചോട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. 18 മഴക്കാലത്ത് 200 റോഡാ. മണ്ണിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണം. എന്നപ്പോൾ അതൊക്കെ അറിയാം. അപ്പം നമ്മൾ പെരിന്തൽമണ്ണ അടുത്തെത്തിയിട്ടുണ്ട്. പട്ടിക്കാട് കഴിഞ്ഞ് ഇങ്ങനെ നിർത്തിയതാണ്. അപ്പം നമ്മൾ പാർട്ടിക്ക് വൈക്കടവെന്ന് വിളിച്ചിരുന്നു. നമ്മളവിടുന്ന് വൈക്കടന്നാണ് നാസ്ത കഴിച്ചത്. അപ്പം നമ്മൾ പാർട്ടിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ പെരിന്തൽമണ്ണ എത്താനാകുമ്പോൾ വിളിക്കേണ്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്താൻ നേരത്ത് പട്ടിക്കാട് കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഇവിടെ സൈഡാക്കാൻ പറഞ്ഞു. അവിടെ ഗോഡൗണൊന്ന് ക്ലിയർ ആക്കാണ്ട് എന്നിട്ട് വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവിടെ അങ്ങനെ പട്ടിക്കാട് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണ മീൻ മാർക്കറ്റാണത്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ സൈഡാക്കിയതാണ്. ആ മുമ്പിലെ ഗുഡ്സ് ആപ്പിൾ ഫ്രൂട്ട്സ് കച്ചവടമാണ്. കാക്കിറങ്ങിയപ്പോൾ 2 ആപ്പിളൊക്കെ വാങ്ങിക്കൊടുക്കണം. ഏതായാലും വെറുതെ ഇരിക്കല്ലോ കഴിക്കാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയോ എങ്ങോട്ട് പോയിന്നാവും. ഇനി ഏതായാലും അവർ വിളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈറ്റിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ സൈറ്റിലെത്തിയിട്ടുണ്ട്, കടയിലെത്തിയിട്ടുണ്ട്. ബിസ്മി ട്രേഡേഴ്സ് എന്നാണ് കടൻ്റെ പേര്. കടൻ്റെ മുമ്പിലൊക്കെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളതിന് മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ബാക്കിലാണ് അതിൻ്റെ ഗോഡൗൺ. അവിടെ ഒരു വണ്ടി സിമെൻ്റ് ഇറക്കുന്നുണ്ട്. പുറത്തൊക്കെ അതിന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിനുള്ളിൽ കയറ്റണം. അതിൻ്റെ ഉള്ളിലേക്ക് അവർ ഇറക്കുണ്ടാവുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വണ്ടി ഒന്ന് ഇറങ്ങിയതിൻ്റെ ദിവസം നമ്മളെ വണ്ടി കയറ്റണം. ഇവിടെ വർക്ക് നടന്നുകൊണ്ട് ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അതാണ് ഗോഡൗണിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് വണ്ടി പുറത്തിറങ്ങണം. അപ്പോൾ അതിന് ഗ്ലാസ് ഫുള്ള് സിമെൻറ്റ് വന്ന് മൂടിയിട്ട് ഒന്ന് കഴുകട്ടല് കണ്ണാണില്ല എന്ന് പറഞ്ഞാൽ നല്ല പൊടിയാണ്. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ അവസ്ഥ തന്നെ കാര്യം. അപ്പോൾ നമ്മളെ ലോഡറൊക്കെ തുടങ്ങിയാണ്. ഭയങ്കര പൊടിയാണ്, ഇവിടെ നിൽക്കില്ല, പുറത്തിറങ്ങി നിൽക്കുള്ളൂ. ഇപ്പോൾ നേരത്തെ മറ്റേ വണ്ടീൻ്റെ അവസ്ഥ നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ട് പൊടി പോറിയിട്ട് സിമെൻ്റാണ്. സിമെൻറ്റ് ഇവിടെ ചെറുവണ്ടിക്ക് മാറ്റി കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പണി നടക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം കല്ലൊക്കെ പതിച്ചു. നമ്മൾ വന്നപ്പോൾ ഇവിടെ പണിയെടുക്കുകയാണ്. പരിപാടി കഴിഞ്ഞ് പോയത്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കിയതിൻ്റെ റിസീവ്ഡാണിത്. ഇനി ഇത് അയച്ചു കൊടുക്കണം. അപ്പോൾ ലേശം പൈസ അവർ റിസീവ്ഡ് പിടിച്ചിട്ടാണ് നമുക്ക് നമ്മളെ വാടക തരാം. 35 ഉറുപ്പിയാണ് നമുക്ക് വാടക ഉള്ളത്. അപ്പോൾ ഒരു 30 ഉറുപ്പിക തരും. പിന്നെ ചിലവും 2000 റിസീവ്ഡ് പിടിച്ചു. ഈ ബില്ലവിടെ ചെല്ലുമ്പോൾ, ഈ ഷീറ്റ് അവിടെ ചെല്ലുമ്പോൾ അത് തരുള്ളൂ വാടക. ബാക്കി 2000 അവിടെ പിടിച്ച് വെക്കും. ഇതോടെ എത്തണം. 4-5 ദിവസം പിടിക്കും. ഇതോടെ പോയി നമ്മൾ പോസ്റ്റ് അയച്ചിട്ട് വേണ്ട. ഒരു പോസ്റ്റ് അയക്കണം. വണ്ടി കാലി ഏതാണ്. അപ്പോൾ ഞാൻ തടിയിരിക്കട്ടെ.
അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ അടുത്ത ലോഡും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.